നമസ്കാരം. തൃശ്ശൂരിലെ വോട്ട് വിവാദത്തിൽ പ്രതികരിച്ചുകൊണ്ട് വീണ്ടും സുരേഷ് ഗോപി രംഗത്ത് വന്നിരിക്കുകയാണ്. ഏതായാലും മാധ്യമ പ്രവർത്തകർ തൻ്റെ ജീവിതത്തിൽ കയറി കൊത്തി എന്ന ഒരു ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണമാണ് സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം ഉന്നയിച്ചത്. മാധ്യമങ്ങൾ തന്നെ കുറേ നാളുകളായി വേട്ടയാടുകയാണ്. തനിക്ക് കുടുംബം ഉണ്ട് എന്ന് ഇവർ മറക്കുന്നു. തൻ്റെ വ്യക്തി ജീവിതത്തിലും കുടുംബപരമായ കാര്യങ്ങളിലും മാധ്യമങ്ങൾ ആവശ്യമില്ലാതെ അനവസരത്തിൽ അനാവശ്യമായി ഇടപെടുന്നു എന്നുകൂടി കേന്ദ്രമന്ത്രി പറഞ്ഞു വെക്കുകയാണ്. കൊച്ചിയിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കവെയാണ് സുരേഷ് ഗോപി മാധ്യമ പ്രവർത്തകരോടുള്ള തൻ്റെ നീരസം വെളിപ്പെടുത്തിയത്. എൻ്റെ ജീവിതത്തിൽ നിങ്ങൾ കയറി കൊത്തുന്നു. എന്നിൽ ഒരു വ്യക്തിയുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്, കുടുംബസ്ഥൻ, ഭർത്താവ്, അച്ഛൻ, മകൻ, അങ്ങനെ ഒരുപാട് ബന്ധങ്ങളുണ്ട് എനിക്ക്. അതിനെയെല്ലാം ഹനിക്കുന്ന രീതിയിലാണ് ഓരോ വാർത്തകളും നിങ്ങൾ പടച്ചുവിടുന്നത്. ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ്, എവിടെ നിന്ന് നിങ്ങൾ തുടങ്ങി, കലാമണ്ഡലം, ഗോപി ആശാൻ, RLV രാമകൃഷ്ണൻ, അങ്ങനെ എവിടെയൊക്കെ നിങ്ങൾ കയറി, അതിന് ഞാൻ എന്ത് പാപം ചെയ്തു? ഞാൻ ആരെയും വിമർശിച്ചിട്ടില്ല, ആരെയും ദ്രോഹിച്ചിട്ടില്ല എന്ന് തന്നെയാണ് സുരേഷ് ഗോപി മാധ്യമങ്ങൾക്ക് മുമ്പിൽ വലിയ വികാരാതീതനായി വലിയ അമർഷത്തോടു കൂടി മാധ്യമങ്ങളോട് പരാമർശിച്ചത്. എന്തായാലും തൃശ്ശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വ്യാപക വോട്ട് കൊള്ള നടന്നതായി ആരോപണം നേരത്തെ ഉയർന്നിരുന്നു. NDA സ്ഥാനാർത്ഥിയായിരുന്ന സുരേഷ് ഗോപിയെ വിജയിപ്പിക്കാൻ കള്ളവോട്ട് ചേർത്തു എന്നായിരുന്നു പ്രധാനപ്പെട്ട ആരോപണം. കോൺഗ്രസ് നേതാവും ലോക്സഭാ പ്രതിപക്ഷ നേതാവുമായിട്ടുള്ള രാഹുൽ ഗാന്ധിയുടെ വോട്ട് ചോരി ആരോപണങ്ങൾക്ക് തൊട്ടു പിന്നാലെയായിരുന്നു തൃശ്ശൂർ കേന്ദ്രീകരിച്ചും ഇങ്ങനെ കള്ളവോട്ട് ചേർക്കപ്പെട്ടിട്ടുണ്ട് എന്ന തരത്തിലേക്ക് ഇടത് വലതു മുന്നണികളും അതിലെ പ്രധാനപ്പെട്ട നേതാക്കളും തൃശ്ശൂരിലെ സ്ഥാനാർത്ഥികളായിരുന്ന വ്യക്തികളും കൂടി ഇത്തരത്തിൽ വലിയ ആരോപണവുമായി രംഗത്ത് വന്നത്. LDF സ്ഥാനാർത്ഥിയായിരുന്ന VS സുനിൽകുമാർ ആയിരുന്നു വലിയ തോതിൽ ഈ ഒരു ആരോപണം ഉയർത്തിയത്. ഇതിന് പിന്നാലെ പല മാധ്യമങ്ങളും നടത്തിയ അന്വേഷണത്തിൽ തൃശ്ശൂർ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി വ്യാപകമായി വോട്ടുകൾ ചേർക്കപ്പെട്ടതായി കണ്ടെത്തിയിരുന്നു. സുരേഷ് ഗോപിയുടെ ബന്ധുക്കളടക്കം 11 പേരുടെ വോട്ട് ഇത്തരത്തിൽ ചേർത്തതായിട്ടായിരുന്നു ഈ അന്വേഷണത്തിൽ തെളിഞ്ഞത്. പക്ഷേ നമുക്കറിയാം 11 വോട്ടുകൾ ചേർത്തു എന്നിരുന്നാലും സുരേഷ് ഗോപിയുടെ ഭൂരിപക്ഷം നമ്മൾ കണ്ടതാണ്. സ്വാഭാവികമായും അത്തരത്തിലുള്ള ഒരു വിവാദം വന്ന സമയത്ത് അത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ഒരു വിഷയമായിരുന്നു എന്ന തരത്തിലേക്കുള്ള ഒരു നിഗമനത്തിലേക്കാണ് കാര്യങ്ങളെത്തിയത്. രാഹുൽ ഗാന്ധിയുടെ വോട്ട് ചോരി ആരോപണവുമായി ബന്ധപ്പെട്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ വാർത്താ സമ്മേളനം വിളിച്ച് രാഹുൽ ഗാന്ധിയെ തെള്ളുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി. പക്ഷേ അതിനുശേഷം രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവന പിൻവലിച്ച് അദ്ദേഹം മാപ്പ് പറഞ്ഞില്ല എങ്കിൽ അദ്ദേഹത്തിനെതിരെ കർശനമായ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ തന്നെ പറയുകയുണ്ടായി. പക്ഷേ ഒരു ഇഞ്ച് പോലും പിന്നോട്ട് പോകാതെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ വീണ്ടും രൂക്ഷമായിട്ടുള്ള ആരോപണങ്ങൾ രാഹുൽ ഗാന്ധി ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായും തൃശ്ശൂരും ആ ഒരു പാറ്റേണിലേക്ക് വന്നു, ആ ഒരു ആരോപണത്തിൻ്റെ ഭാഗത്തേക്ക് വന്നു. അതിൽ പ്രതിരോധിക്കാൻ BJP പലതവണ പല കാര്യങ്ങളും അവരും അവരുടെ സൈബർ ഇടങ്ങളിലൊക്കെ പറയുകയുണ്ടായി. സ്വാഭാവികമായി ഇതിന് പിന്നിൽ നടന്നിട്ടുള്ള എന്തെങ്കിലും പ്രാക്ടീസുകൾ ഉണ്ടെങ്കിൽ അത് സ്വാഭാവികമായും ജനാധിപത്യ രീതിക്ക് ഭൂഷണമല്ല എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എന്തായാലും തൃശ്ശൂരിലെ കള്ളവോട്ട് ആരോപണത്തിൽ കോൺഗ്രസ് നേതാവും മുൻ MPയുമായിട്ടുള്ള TN പ്രതാപൻ്റെ നേതൃത്വത്തിലുള്ള സംഘം പോലീസിൽ പരാതി നൽകിയിരുന്നു. ഇതിൽ ഈ ഒരു കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം പോലീസ് ഇപ്പോൾ പുരോഗമന പാതയിൽ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായും തൃശ്ശൂരിലെ വോട്ട് ചേർക്കലുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് 11 വോട്ടുകളുടെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആണ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്. പക്ഷേ സുരേഷ് ഗോപിയുടെ ഭൂരിപക്ഷം 10,000-ങ്ങളായിരുന്നു. സ്വാഭാവികമായും അത് സുരേഷ് ഗോപിയുടെ വിജയത്തെ ഒരു തരത്തിലും ബാധിക്കില്ല എങ്കിൽ പോലും അത് വലിയൊരു കളങ്കമാണ് കേരളത്തിൽ നിന്ന് ആദ്യമായി ജയിച്ചു പോയ ഒരു BJP MPക്ക് ഉണ്ടാക്കിയത്. എന്തായാലും ഇപ്പോൾ വളരെ വികാരാധീനനായി അദ്ദേഹം മാധ്യമങ്ങളോട് പറയുന്ന ഒരു കാര്യം, ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ സുരേഷ് ഗോപിക്ക് ഇതിനകത്ത് പങ്കുണ്ടോ, അല്ലെങ്കിൽ BJPയുടെ നേതൃത്വത്തിന് ഒരു പങ്കുണ്ടോ എന്ന കാര്യങ്ങളൊക്കെ ഈ പൊതുസമൂഹം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായി സുരേഷ് ഗോപി ഇതൊന്നും മൈൻഡ് ചെയ്യാതെ മുന്നോട്ട് പോവുകയായിരുന്നു. എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അദ്ദേഹം ഈ ഒരു വിഷയങ്ങളിൽ പ്രതികരിക്കുന്നുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.